എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തദ്ദേശഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ ഷിഗല്ല രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചാലക്കുടി നഗരസഭയും വളരെ മികച്ച ഇടപെടലിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുക. അപ്പോൾ ഭരണാധികാരികളായിട്ടുള്ള നിങ്ങളോട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ബഹുമാനമുണ്ടോ? ഗീബൽസ് എന്ന് പറയും, അയാൾ നുണകളുടെ രാജാവായിരുന്നു. അയാളുടെ വല്യപ്പൻ്റെ മോനോ അല്ലെങ്കിൽ ഇളയപ്പൻ്റെ മോളോ ആയിട്ട് നമുക്കാരും മാറേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഗീബൽസ് മതിയില്ലേ? കുറേ ഗീബൽസുമാരെ നമ്മളായിട്ട് ചാലക്കുടിയിൽ നിന്ന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിത് വളരെ സ്നേഹത്തോടെയാണ് ചാലക്കുടിയിലെ ഭരണാധികാരികളോട് പറയുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നൊരു സംഭവം ഈ തദ്ദേശഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടന്നുണ്ട്. ഇത്ര വീഴ്ച പറ്റിയിട്ടുള്ള മറ്റൊരു സ്ഥലം വേറെയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച എവിടെയെന്നറിയോ? ഇത് നമ്മുടെ ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്ന് ആശാ ഗ്യാസ് ഏജൻസിയിലേക്കൊക്കെ പോകണ താഴ്ത്തിക്കിറങ്ങുന്ന റോഡുണ്ടല്ലോ, ആ റോഡിലെ സ്ഥിതിയാണ് ഈ കാണുന്നത്. അവിടുത്തെ തോടിൻ്റെ സ്ലാബൊക്കെ പൊളിച്ചിട്ട് ദിവസങ്ങളായി. അതിലൂടെ ഒരാൾക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാന നിറഞ്ഞു കൊടുക്കുന്നു. ഈ കാനക്കൂടെ പോകണ വെള്ളം എന്നിട്ടാണെന്നറിയോ? അത് കാലുമ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വെള്ളങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളമാണ് ഇപ്പോൾ ഈ റോട്ടിൽ മുഴുവൻ കിടക്കുന്നത്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനം മഴക്കാലത്താണ് നടത്തേണ്ടത്. മഴക്കാല പൂർവ്വ ശുചീകരണ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വാക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് മഴക്കാലത്തിനേക്കാളും മുന്നേ ചെയ്യേണ്ടതാണ്. അതിട്ട് ചെയ്ത് തീർക്കാനും പറ്റില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാന ഇതൊക്കെ തുറന്നു വെച്ച് ആകെ ഇതായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചാലക്കുടി നഗരസഭയിലെ ചില കൗൺസിലർമാരോട് എന്തെങ്കിലും വല്ല വ്യക്തിവിരോധം ഭരണാധികാരികൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നഗരസഭാ കൗൺസിലർമാർ, ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ കത്ത് വയ്ക്കുകയാണ്. കത്ത് ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു ദുരവസ്ഥയാണത്. ചില കൗൺസിലർമാർ ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കും, സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹിറ്റാച്ചി സാധനങ്ങളൊക്കെ കൊടുക്കണേ വാർഡുകളിലേക്ക്. ഇതുപോലൊരു ദുരവസ്ഥ വേറെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയിൽ വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഷിഗല്ല രോഗത്തിൻ്റെ പ്രതിരോധമായി ഊർജ്ജിത പ്രവർത്തനം നടത്തുന്നു പറയുന്ന ഒരു ഭരണ സംവിധാനം ചാലക്കുടി ബീവറേജ് ഉണ്ടല്ലോ, ഓൾഡ് NH, അവിടെ ബീവറേജിൻ്റെ അടുത്തുള്ളൊരു തോടാണ് നിങ്ങൾ കാണുന്നത്. ഈ തോട് ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് എത്ര നാളെയെന്നറിയോ? ഈ തോടിൻ്റെ അതിൽ കൂടെ അവിടെ അടുത്ത് കാണാൻ അത്ര രൂക്ഷമായിട്ടുള്ള ഗന്ധങ്ങളാണ്, അവിടെ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവം ചെയ്തിട്ടുണ്ടോ? ഈ സ്ഥലമൊക്കെ ഉൾപ്പെടുന്ന വാർഡിലെ കൗൺസിലറിനോട് എന്തോ പ്രത്യേക വിരോധം എന്ന് തോന്നുന്നത്. അദ്ദേഹം ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർഡിൽ, അദ്ദേഹം പണിയെടുക്കുന്ന മനുഷ്യനാണ്, വേറെ ആരുമല്ല, വത്സൻ ചമ്പക്കര. വാർഡിൽ പണിയെടുക്കുന്ന കൗൺസിലർമാരുടെ വാർഡിലേക്ക് ആളുകളെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇടപെടലില്ല, ഒരു പരിപാടിയിലും ഒന്നുമില്ല. ചില കൗൺസിലർമാർ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വന്ന് കുത്തിയിരിക്കും സമരം ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് അവരുടെ വാർഡിലേക്ക് കൊടുക്കണേ. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള വാർഡുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇല്ലാത്ത വാർഡുകളുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഈ ഇല്ലാത്ത വാർഡുകളിലേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ പുല്ലുവെട്ട് പരിപാടി അമ്പെ പരാജയപ്പെട്ടിരിക്കുന്ന സമയമാണ്. 1-ാം വാർഡിന് മുകളിലേക്കും 37-ാം വാർഡിന് താഴത്തേക്കും 2 പേരെ വെച്ച് വെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് തീരും സാധനം? 7-ാം വാർഡ് പോലും എത്തിയിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ഉണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാസ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എന്താ വെള്ളക്കെട്ട്? ആ വ്യാസ സ്കൂളിൻ്റെ സൈഡ് പിടിച്ചിട്ടൊരു കാന പോകുന്നുണ്ട്. അത് ക്ലിയറാക്കണം. പറഞ്ഞ മനസ്സിൽ 1200ഓളം കുട്ടികൾ പഠിക്കുന്ന വ്യാസ സ്കൂളിലെ ഗ്രൗണ്ടിലെ സംഗതി അവിടുത്തെ PTA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉന്നയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഇടപെടലും നടത്തണില്ല. ഇനി ഇവർ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് പറയുകയാണെങ്കിൽ, അതിഗംഭീരമായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ പറയുകയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ കൗൺസിലർമാരോട് ചില ആൾക്കാരോട് വ്യക്തിവിരോധം തീർക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഞങ്ങളുടെ വാർഡുകളിലേക്ക് മാത്രം ഞങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ആളുകളെ കൊണ്ടുപോയി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃത്യമായിട്ട് ഓഫീസിൽ വന്നിരിക്കണം. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫ സന്തോഷാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്, അല്ലാണ്ട് വേറെ ഭാര്യയും ഭർത്താവ് എന്നല്ല. മനസ്സിലായിട്ടോ? ഷിഫ സന്തോഷാണ് കൊണ്ടുപോകേണ്ടത്. ഷിഫ സന്തോഷ് ഇരിക്കാനുള്ളതല്ലേ ആ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ കാര്യാലയം, ആ മുറി. ഇവിടെ ഈ വക പ്രവർത്തനങ്ങളൊന്നും യാതൊരു ഇടപെടലില്ല. എന്നിട്ട് കുറേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കാണിച്ചിരുന്ന സംഭവങ്ങളില്ലേ, ഇതുപോലെ എത്ര വാർഡുകളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ചാലക്കുടി നഗരസഭയിലെ കാര്യം ചോദിക്കുമ്പോൾ അങ്കമാലിയിലും ഇരിഞ്ഞാലക്കുടയിലും കാര്യം പറയാനായിരിക്കും ചിലർ ശ്രമിക്കുന്നത്. മനസ്സിലായിട്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. അല്ലെങ്കിൽ LDF ഭരിക്കുന്ന ഏതെങ്കിലും മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ അവിടേക്ക് നോക്കാൻ പറയും. സ്വന്തം നഗരസഭയിലെ പ്രവർത്തനങ്ങൾ, സ്വന്തം നഗരസഭയിലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇടപെടും. ആളുകൾക്ക് നടക്കാൻ പറ്റണില്ല. മറ്റൊരു സംഭവം ഇതൊക്കെ ആരാ ഇടപെടേണ്ടതെന്നുള്ളത് ഇടപെടേണ്ട പോലെ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. പോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ആശ്രമം ചാലക്കുടി ഭാഗത്തേക്ക് വരുന്ന ആ സുന്ദരിക്കവല കഴിഞ്ഞ് വരുന്ന സർവീസ് റോഡ്, അവിടെ മഴ പെയ്ത് വെള്ളം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ സൈഡിലുള്ള ആ ടാർ ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ, ഒരു കുഴിയാണത്. ഒരു കുഴി പോലെ തോട് പോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പല്ലടിച്ചെടുക്കും. ആരാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്? അപ്പോൾ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ, ഞാനിത് പ്രധാനപ്പെട്ട ചില സ്പോട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഞാൻ അറിയുന്നത് എങ്ങനെയാണ്? ഈ നാട്ടുകാർ വിളിച്ചു പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇവർക്ക് ഭരണാധികാരികളോട് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഭരണാധികാരികളോട് പറയും. ഭരണാധികാരികൾക്ക് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ട് സമയമില്ല. ഈ ചാലക്കുടി നഗരസഭയിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റി ഇവിടുത്തെ നാട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവിടുത്തെ ഭരണാധികാരി എന്ന നിലയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ജനം മനസ്സിലാക്കണം. വെറുതെ ഉദ്ഘാടനത്തിന് പോയി നടന്ന പോരല്ലോ. ഒരു തോട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വ്യാസ സ്കൂളിലെ ഗ്രൗണ്ടിലെ കേസ് ഞാൻ പറഞ്ഞത്, ബീവറേജിൻ്റെ അവിടെയുള്ള തോടാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന്. എന്ത് കാര്യമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്? അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനം. പുല്ലുവെട്ട് നിങ്ങൾ ആ ബീവറേജ് റോഡിലേക്ക് തന്നെ പോകുന്ന സമയത്ത് ആ മൊയിലൻ ഡോക്ടറിൻ്റെ അവിടെയുള്ള സ്ക്വയറല്ലേ, അവിടെ എന്നിട്ട് ചില ഈ ആഫ്രിക്കക്കാരുടെ തലയിൽ ഇങ്ങനെ 2 സൈഡ് മുടി മാറ്റിയിട്ട് നടുക്ക് മാത്രം ഇങ്ങനെ മുടി കൊണ്ടുവയ്ക്കുന്ന സ്റ്റൈൽ കണ്ടുണ്ട്. അതുപോലെ ഇരിക്കുന്നുണ്ട് അവിടെ കുറേ സാധനം. കുറച്ച് വെട്ടി കുറച്ച് സംഭവം ചെയ്യുന്നുണ്ട്. ഫോഗിങ്ങിനൊരു ടീമിനെ കൊണ്ടുവന്നിട്ട് ഒരു 5-8 പ്രാവശ്യം കേടായിട്ടുണ്ടാവും ഫോഗിങ് പരിപാടിക്ക് കൊണ്ടുവന്ന്. ഇതൊക്കെ ചെയ്യേണ്ട സമയങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ എന്താണ് നടത്തിയിട്ടുള്ളത്?
ഞാൻ പറയുന്നത് പണിയെടുക്കുന്ന കൗൺസിലർമാർക്ക് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചാലക്കുടി നഗരസഭയിൽ ചില ഊർജിതമായ ഇടപെടൽ നടത്തുന്ന കൗൺസിലർമാരുണ്ട്. അവരോട് വ്യക്തിവിരോധം തീർക്കുന്ന രീതിയിൽ അവർ കത്തൊക്കെ അയക്കണം. ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ കത്തയക്കാണ് നഗരസഭയ്ക്ക്, ഞങ്ങളുടെ വാർഡുകളിലേക്ക് പണിക്കാരെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു ഗതികേടാന്ന് നോക്കിയാൽ. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവരുടെ വാർഡുകളിൽ എന്താ നടക്കണമെന്നുള്ളത് എനിക്കറിയില്ല, ഇനി പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്തണമെന്ന് അറിയില്ല. എന്തായിരുന്നാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ നഗരസഭയുടെ കഴിഞ്ഞ തവണ ഇത് വിവാദം ഉയർന്നതാണ്, ഈ പ്രാവശ്യം അതേ രീതി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു ഇത് പറയാനുള്ളത്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഇതിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്. അവരാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ സഹായിക്കാനും ഇടപെടൽ നടത്താനാണ് മറ്റുള്ളവർ. അതിന് വേണ്ടിയിട്ട് ഇരിക്കാനൊക്കെയാണ് അവരുടെ റൂമുള്ളത്. ഷിഗല്ല രോഗ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് തന്നെ നടക്കട്ടെ. പക്ഷേ നഗരസഭയിൽ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. ഈ അഴുക്ക് വെള്ളത്തിൽ ചവിട്ടിയല്ലാണ്ട് പല റോഡിൽ കൂടെയും പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. കാനൊക്കെ നിറഞ്ഞട്ടെ. അതാണ് ഞാൻ കാണിച്ചിരുന്നത്. നന്ദി, നമസ്കാരം. ഞാൻ ശത്രുവായില്ലേ? ഓക്കെ.